ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ പിടികൂടി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. 2 അംഗ ബെഞ്ചിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ചില NGO-കളും മൃഗക്ഷേമ പ്രവർത്തകരും നൽകിയ ഹർജിയിൽ ആണ് വിധി പറയുന്നത്. അർജുൻ പീതാംബരൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ വിവിധ NGO-കളും മൃഗസ്നേഹികളും ഒക്കെ പറയുന്നത് എന്താണ്? ഇന്ന് ഏതായാലും ഇതിൽ ഉത്തരവ് ഉണ്ടാവുകയാണല്ലോ. വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി മാനുഷിക പരിഗണന അനുസരിച്ച് തന്നെ ഇത്തരത്തിലൊരു നടപടി അനുവദിക്കരുത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയും അതുപോലെ തന്നെ ABC നിയമത്തിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് നേരത്തെ 2 അംഗ ബെഞ്ചിൻ്റെ വിധി. ആ വിധിക്കെതിരെ ഈ മൃഗക്ഷേമ പ്രവർത്തകരും അതുപോലെ തന്നെ ചില NGO-കളും ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് ഒരു ഹർജി നൽകുകയും പിന്നീട് ഗവായി തന്നെ 3 അംഗ ബെഞ്ചിന് ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റി നൽകുകയും ചെയ്തത്. നേരത്തെ ഒരു 2 അംഗ ബെഞ്ച് സ്വമേധ ജസ്റ്റിസ് പർദിവാലയുടെ അധ്യക്ഷതയിലുള്ള 2 അംഗ ബെഞ്ച് സ്വമേധയ കേസെടുത്തതായിരുന്നു ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നീട് 8 ആഴ്ചക്കകം തന്നെ എല്ലാ ഈ NCR, അതായത് ഡൽഹി, ഗാസിയാബാദ്, നോയിഡ, ഗുരുഗ്രാം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാമുള്ള നായ്ക്കളെ, ഈ തെരുവ് നായ്ക്കളെ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു ഒരു ഉത്തരവുണ്ടായിരുന്നത്. ആ 8 ആഴ്ചക്കകം തന്നെ 5000 നായ്ക്കളെ ഇത്തരത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ ഹോമുകൾ തയ്യാറാക്കി എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഓഗസ്റ്റ് 14 ഈ വിധി വന്നത്. പിന്നാലെ തന്നെ പുതിയ ഹർജി നൽകി. അങ്ങനെ ഓഗസ്റ്റ് 14-ാം തീയതിയാണ് വിശദമായിട്ടുള്ള വാദം കേട്ടത്. ആ വാദത്തിൽ ഈ 3 അംഗ ബെഞ്ച് വ്യക്തമാക്കി കാര്യം നിരീക്ഷിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഡൽഹി സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഡൽഹിയിലെ അധികാരികളുടെയും പിടിപ്പുകേടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം വർദ്ധിക്കാൻ കാരണമായത്. പ്രത്യേകിച്ചും ABC നിയമങ്ങളൊന്നും തന്നെ കൃത്യമായി ഫോളോ ചെയ്യപ്പെട്ടില്ല, പിന്തുടരുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ സർക്കാരിന് മേലെയും കോടതി വെച്ചു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളിലായി തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നു, കുട്ടികളടക്കം ഈ രോഗങ്ങൾ പിടിവിട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ സർക്കാരും മുന്നോട്ട് വെച്ചു. എന്തായാലും വിശദമായ വാദം കേട്ടതിന് ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റുകയായിരുന്നു. ആ ഉത്തരവിലാണ് നിർണായക വിധി ഇന്ന് പുറപ്പെടുവിക്കാൻ പോകുന്നത്. അതായത് നായ്ക്കളെ നിർണായക വിധി എന്തായിരിക്കുമെന്ന് നമ്മളൊക്കെ കാത്തിരിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിലുമൊക്കെ ഇതിലൊരു വലിയ മാറ്റം വരണം. രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് 5 മണി കഴിയുന്ന സമയത്താണ് ഞാൻ ഡ്യൂട്ടിക്ക് ഓഫീസിലേക്ക് എത്തുക. ആ സമയത്ത് റോഡിൽ നിറയെ നായ്ക്കളാണ്, തെരുവ് നായ്ക്കളാണ്. പലതും കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നേരെ കുരച്ചു ചാടുക കൂടി ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു കാൽനട യാത്രക്കാരനാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നയാളാണെങ്കിൽ എത്രമാത്രം അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലൊരു ശാശ്വത പരിഹാരം വേണം. അർജുൻ പീതാംബരനാണ് വിശദവിവരങ്ങൾ നൽകിയത്.